1974 ഒരു സംഭവം നടന്നു. സംഭവം നടക്കുന്നത് അങ്ങ് ചൈനയിലാണ്. ചൈനയിലെ സിയാങ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്. അവിടെ ഒരു കൂട്ടം കർഷകർ മണ്ണിനടിയിലേക്ക് ഏതാണ്ട് ഒരു 5 മീറ്ററോളം കുഴിച്ചു. അവിടെ വെച്ച് അവർക്കൊരു വസ്തു കിട്ടി. ആ വസ്തു അവരെ ഞെട്ടിച്ചു. അതൊരു വെറും വസ്തു ആയിരുന്നില്ല, അതൊരു തലയായിരുന്നു. ഒരു മനുഷ്യൻ്റെ തല. നിങ്ങൾ ഞെട്ടണ്ട, അതൊരു ഒറിജിനൽ തലയായിരുന്നില്ല. ഒറിജിനലിനെ വെല്ലുന്ന, കണ്ടാൽ ഒറിജിനലിനെ തോൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ കളിമൺ തലയായിരുന്നു. അത് കാണുമ്പോൾ ഒരു ഭടനെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കഴുത്തിന് കീഴ്പോട്ടേക്ക് അരവരെയുള്ള ഭാഗം വീണ്ടും കുഴിച്ചപ്പോൾ അവർക്ക് കിട്ടി. വീണ്ടും കുഴിച്ചപ്പോൾ അരയ്ക്ക് കീഴ്പോട്ടേക്കുള്ള ഭാഗവും അവർ കണ്ടെത്തി. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരോ സൃഷ്ടിച്ചത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ആ ഒരു ശില്പമായിരുന്നില്ല അവരെ ഞെട്ടിച്ചത്. അതുപോലെ ആയിരക്കണക്കിന് ഭടന്മാരുടെ ഒരു യുദ്ധപ്പട തന്നെ അവർക്ക് മണ്ണിനിടയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. മനുഷ്യരൂപങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കുതിരകൾ, രഥങ്ങൾ, ആനകൾ, ആയുധങ്ങൾ എന്ന് വേണ്ട ഒരു യുദ്ധത്തെ ഓർമ്മിപ്പിക്കും വിധം ഒരുപാട് വസ്തുക്കൾ അവിടെ കളിമൺ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഇനി ഒരു യഥാർത്ഥ യുദ്ധപ്പട എങ്ങനെയോ കളിമണ്ണായി മാറിയതാണോ? അങ്ങനെയും സംശയിക്കാം. ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു വസ്തുക്കളെക്കുറിച്ചിട്ടുള്ളത്. അതായത്, ആരാണ്, എങ്ങനെയാണ് ആ ഒരു യുദ്ധപ്പട അവിടെ വന്നത്? പ്രധാനപ്പെട്ട ചോദ്യം, ആ യുദ്ധപ്പട അവിടെ എന്തിനാണ് കാവൽ നിൽക്കുന്നത്? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും അതേക്കുറിച്ച് ആരും അന്വേഷിക്കാത്തത്? ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിനെ കുറിച്ച് അറിയാവുന്ന ഒരേ ഒരു കാര്യം, അത് 57 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ്. അത് മാത്രമല്ല, അവിടെ വിലമതിക്കാനാവാത്ത രത്നങ്ങളും സ്വർണങ്ങളും അമൂല്യ വസ്തുക്കളും പരന്നു കിടക്കുന്നു എന്നുമാണ്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ആരും അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നില്ല? അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ: ഭയം. എന്തിനെയോ അവർ ഭയക്കുന്നു. മനുഷ്യൻ ഇത്രത്തോളം ടെക്നോളജിക്കലി വളർന്നിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്തുള്ള അമൂല്യ വസ്തുക്കൾ മറ്റാരും മോഷ്ടിച്ചു പോവാതിരിക്കാൻ അന്നുള്ളവർ സൃഷ്ടിച്ചെടുത്ത എന്തിനെയോ ഭയന്നാണ് ഇന്നത്തെ മനുഷ്യൻ അങ്ങോട്ട് പോകാത്തത് എന്ന് പറയുമ്പോൾ എന്തിനെയായിരിക്കും അവർ ഭയക്കുന്നത്? കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന ഖ്യാതി നേടിയെടുത്ത ഒരു പ്രദേശമാണ് ക്വിൻ ഷി ഹുവാങ്. ഇന്ന് നമ്മൾ ചൈന എന്ന് വിളിക്കുന്ന ആ വലിയ രാജ്യം BC 259 7 വലിയ നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കൂട്ടത്തിൽ ക്വിൻ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചിരുന്ന ഒരു എംപറർ ആയിരുന്നു യിങ് ജിയാങ്. അയാൾ ആ രാജ്യത്തിൻ്റെ രാജാവായത് അയാളുടെ 13ാമത്തെ വയസ്സിലും. വെറും 13ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കാൻ പറ്റുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ, വിക്കിപീഡിയ പറയുന്നതനുസരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കിയിരുന്നു. ശത്രുക്കളെ മാത്രമല്ല, ശത്രുക്കൾക്ക് പ്രിയപ്പെട്ടവരെയും കൊന്നൊടുക്കിയിരുന്നു. തൻ്റെ 22ാമത്തെ വയസ്സിൽ അയാൾക്ക് ശത്രുക്കളേ ഇല്ലായിരുന്നു. അതിനുശേഷം അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാം? ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് തൻ്റെ രാജ്യത്തെ ഒരു വലിയ രാജ്യമാക്കി മാറ്റുക എന്നത്. 35ാമത്തെ വയസ്സിൽ അയാളത് നേടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. 35 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായം. ആ സമയത്ത് അയാളുടെ സ്വപ്നം നേടിയെടുത്തു കഴിഞ്ഞു. അങ്ങനെ ആ വലിയ രാജ്യത്തെ അയാൾ വിളിച്ചു ക്വിൻ ഷി ഹുവാങ്. അതിനർത്ഥം ഗോഡ് കിങ് ഓഫ് ക്വിൻ എന്നാണ്. ചൈന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ? സ്വാഭാവികമായും ചൈന വൻമതിലായിരിക്കും, അല്ലേ? ഈ ചൈന വൻമതിൽ പോലും യിങ് ജിയാങ്ങിൻ്റെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്.
തൻ്റെ ഏതാണ്ട് ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹങ്ങൾ മുഴുവൻ തീർത്തിട്ടുള്ള ഒരു രാജാവായിരുന്നു അയാൾ. അതായത് അയൽ രാജ്യങ്ങൾ മുഴുവൻ തോൽപ്പിച്ച് സ്വന്തമാക്കി, ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കി. അതിനുശേഷം ഒരു രാജാവിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? സ്വാഭാവികമായും മരണമില്ലാത്ത ഒരു ജീവിതമായിരിക്കും. അങ്ങനെ മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി. അതിനുവേണ്ടി കോടിക്കണക്കിന് സ്വർണവും അമൂല്യ രത്നങ്ങളും അയാൾ ചിലവാക്കി. അയാളുടെ കഥയിൽ ഈ ഒരു ആഗ്രഹത്തെ ചുറ്റിപ്പറ്റി മറ്റൊരു ഉപകഥ കൂടിയുണ്ട്. അതായത് അമരത്വത്തിന് വേണ്ടി ഓടി നടന്നിരുന്ന രാജാവിന് പുരോഹിതൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതായത് കിഴക്കോട്ടയ്ക്ക് വെച്ച് പിടിച്ചാൽ അവിടെ പെങ്ലി എന്ന് പറയുന്ന ഒരു ഐലൻഡ് അത്രേ, ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ കാലു കുത്തിയാൽ അമരത്വം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ആ പുരോഹിതൻ പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ച് സ്വർണവും പണവും എല്ലാം ചിലവാക്കി അയാൾ കിഴക്കോട്ടേക്ക് വെച്ച് പിടിച്ചു. വർഷങ്ങൾ യാത്ര ചെയ്തിട്ടും അങ്ങനൊരു ദ്വീപ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനൊരു ദ്വീപ് ഉണ്ടായിരുന്നില്ല. ആ അന്വേഷണത്തിനിടയിൽ തൻ്റെ 49ാമത്തെ വയസ്സിൽ അയാൾ മരണപ്പെട്ടതായി ചരിത്രം പറയുന്നു. ആ മരണത്തിനും മറ്റൊരു കഥയുണ്ട്. അമരത്വം പ്രദാനം ചെയ്യുന്ന ദ്വീപ് കണ്ടെത്താൻ കഴിയാത്തതിനാൽ വിഷമിച്ചിരുന്ന രാജാവിന് പുരോഹിതന്മാർ മറ്റ് ചില വഴികൾ പറഞ്ഞു കൊടുത്തിരുന്നു. ചില അപൂർവ മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ഔഷധം മരണത്തിൽ നിന്നും രക്ഷിക്കും എന്ന്. ആ ഔഷധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് എന്നും പഠനങ്ങൾ പറയുന്നു. അതായത് അമരത്വം ലഭിക്കുമെന്ന് പറഞ്ഞ് അയാൾ സേവിച്ചിരുന്നത് സിനബർ എന്ന മെർക്കുറി സൾഫൈഡ് അടങ്ങിയ ഒരു ടോക്സിക് മിനറൽ ആയിരുന്നു എന്ന്. എന്നാൽ അതോടെ എല്ലാം അവസാനിച്ചോ? ഇല്ല. അദ്ദേഹത്തിന് ഒരു പ്ലാൻ ബി കൂടി ഉണ്ടായിരുന്നു. പ്ലാൻ എ അനുസരിച്ച് അമരത്വം ലഭിച്ചിട്ടില്ല എങ്കിൽ പ്ലാൻ ബി അനുസരിച്ച് മരണാനന്തര ജീവിതത്തിലൂടെ ആ രാജ്യം വീണ്ടും ഭരിക്കണം എന്ന്. അങ്ങനെ മരണാനന്തര ജീവിതം സാധ്യമാക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് ഒരു ശവകുടീരം, ഒരു ടോംബ് അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ അതിലും ഭീമാകാരമായ ഒരു നിർമ്മിതി. അയാൾ രാജാവായി ചുമതലയേറ്റ അന്നു മുതൽ ആ ശവകുടീരത്തിൻ്റെ പണി തുടങ്ങി. തൻ്റെ 13ാമത്തെ വയസ്സിൽ തന്നെ 40 വർഷം കൊണ്ട് 7 ലക്ഷം അടിമകളെ ഉപയോഗിച്ച് അയാൾ തൻ്റെ രാജ്യത്തിൻ്റെ അടിയിൽ ഒരു ഭൂഗർഭ ശവകുടീരം നിർമ്മിച്ചു. അതും ഒരുപാട് രഹസ്യങ്ങളും ദുരൂഹതകളും നിറഞ്ഞത്. തൻ്റെ മരണശേഷം ആ രാജ്യം ഭരിക്കാൻ ആവശ്യമായ കോടിക്കണക്കിന് വില വരുന്ന സ്വർണം, രത്നം, അമൂല്യ വസ്തുക്കൾ എന്നിവയെല്ലാം നിറച്ച ആ ശവകുടീരത്തിന് അപ്രോക്സിമേറ്റ്ലി ഇന്നത്തെ വിലയനുസരിച്ച് നമ്മൾ ഓരോ കേരളീയനും 10 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ എത്രയാവുമോ അത്രത്തോളം വരും. ഏതാണ്ട് $400 ബില്യൺ. തള്ളാണോ എന്നറിയില്ല, പക്ഷേ 10 ലക്ഷം രൂപ വെച്ച് എന്ന് പറയുമ്പോൾ ഒരു സുഖം. എന്തുകൊണ്ടായിരിക്കും അതിന് കൃത്യമായൊരു മൂല്യം കണ്ടെത്താൻ സാധിക്കാത്തത്? അതിന് കാരണം അതിനകത്തേക്ക് ആർക്കും പോകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എങ്കിലും ചരിത്രകാരന്മാർ ഉറപ്പിച്ചു പറയുന്നു ഇതിനേക്കാൾ കൂടുതൽ മൂല്യമുള്ള വസ്തുക്കളായിരിക്കും ആ ശവകുടീരത്തിനുള്ളിൽ എന്നാണ്. അപ്പോഴും ആദ്യം ചോദിച്ച ആ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ അതിനകത്തേക്ക് പോവാത്തത്? എന്തിനെയായിരിക്കും അവർ ഭയപ്പെടുന്നത്? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമില്ലേ, ഏതാണ്ട് അതുപോലെ ഒരു കുരുക്ക് ഇവിടെയുണ്ട്. അവിടുത്തെ ബി നിലവറയ്ക്കുള്ളിലേക്ക് കയറാൻ ആളുകൾ ഭയപ്പെടുന്നത് പോലെ തന്നെ ഇവിടെയും ആളുകൾ കയറാൻ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഭയം അവർക്ക് ലഭിക്കുന്നത് ഒരു മാനുസ്ക്രിപ്റ്റിൽ നിന്നാണ്. ആ മാനുസ്ക്രിപ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു ശവകുടീരത്തിലേക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് കടക്കാൻ സാധിക്കില്ല എന്നും, അഥവാ കടന്നു ചെല്ലുകയാണ് എങ്കിൽ അയാൾ ഒരിക്കലും ജീവനോടെ തിരികെ വരില്ല എന്നുമാണ്. അങ്ങനെ ഒന്ന് വായിച്ചു കേട്ടാൽ ആർക്കാണ് അതിനുള്ളിലേക്ക് പോകാൻ ധൈര്യം ഉണ്ടാവുക? നിങ്ങൾ കരുതും പോലെ ഒരു രാക്ഷസ പാമ്പോ അല്ലെങ്കിൽ വ്യാളിയോ അതിനുള്ളിലുണ്ടാകുമെന്ന ഭയത്തോടു കൂടിയല്ല അവരതിനകത്തേക്ക് കയറാത്തത്. അതായത് മരണത്തിന് ശേഷം താൻ തിരികെ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും മോഷ്ടാക്കൾ ആ ശവകുടീരത്തിനുള്ളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു പോകുമോ എന്ന ആ രാജാവിൻ്റെ ഭയം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തീർക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ചില അപൂർവ കെണികൾ, ചില ട്രാപ്പുകൾ അതിനുള്ളിലുണ്ട് എന്ന്. മോഷ്ടിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്നവൻ്റെ തല തെറിപ്പിക്കുന്ന ചില രഹസ്യമായ ട്രാപ്പുകൾ അതിനുള്ളിലുണ്ട് എന്ന്. അത് മാത്രമാണോ? അല്ല. 2020 അവിടെ നടത്തിയ ചില ടെസ്റ്റുകളിലൂടെ ചില സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കിയത് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷത്തിൽ മെർക്കുറി വേപ്പറിൻ്റെ സാന്നിധ്യം
തീവ്രമായ സാന്നിധ്യമുണ്ട് എന്നാണ്. അത് ചുരുക്കമല്ല, വളരെ കൂടുതലാണ് എന്ന്. അതിനുള്ള സാധ്യത ഈ ശവകുടീരത്തിനുള്ളിൽ രഹസ്യമായി 100 കണക്കിന് ടൺ ലിക്വിഡ് മെർക്കുറി സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ്. അത് മോഷ്ടാക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു കെണിയുടെ ഭാഗമാണോ എന്ന ഭയവും അവർക്കുണ്ട്. ക്വിൻ ഷി ഹുവാങ് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ മെർക്കുറി വേപ്പറിൻ്റെ സാന്നിധ്യം, ടൺ കണക്കിന് ലിക്വിഡ് മെർക്കുറിയെക്കുറിച്ച്, പിന്നെ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യ ട്രാപ്പുകളെക്കുറിച്ച്. എന്നാൽ ഈ പറഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചെടുത്ത ട്രാപ്പുകളെ ഭയന്നിട്ടാണ് ടെക്നോളജിക്കലി ഇത്രത്തോളം വളർന്നിട്ടും മനുഷ്യൻ അതിനുള്ളിലേക്ക് പോവാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പൂർണ്ണമായും അത് ശരിയല്ല. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചെടുത്ത അത്തരത്തിലുള്ള ട്രാപ്പുകളുടെ അവസ്ഥ ചിലപ്പോൾ ഇന്ന് പരിതാപകരമായിരിക്കും. നമ്മൾ ഈ മമ്മി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ചിലതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീണിട്ടുമുണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ അതിനുള്ളിലേക്ക് കടക്കാൻ ഭയക്കുന്നത്? ഇനി മെർക്കുറിയുടെ കാര്യമാണെങ്കിൽ അതിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരിക്കും. ശ്വസിക്കാൻ പാകത്തിനല്ലല്ലോ നമ്മൾ അതിനകത്തേക്ക് കയറി ചെല്ലുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ നടത്തും. സയൻറ്റിസ്റ്റുകൾ പറയുന്ന പ്രധാന വിഷയം ഇതൊന്നുമല്ല. ആ ടൂമ്പിന് പുറത്തേക്ക് അവിടെയുള്ള ചില വസ്തുക്കൾ കൊണ്ടുവന്നാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതായത് തുടക്കത്തിൽ പറഞ്ഞ ആ പട്ടാളക്കാരുടെ ശില്പങ്ങളുണ്ടല്ലോ, അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകതരം ചായക്കൂട്ടുകൾ കൊണ്ടാണ്. അത് പുറത്തുള്ള അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ നശിച്ചു പോകുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവ നശിച്ച് നരച്ച കളിമൺ നിറത്തിലേക്ക് മാറിയതായും അവർ പറയുന്നു. അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന അമൂല്യ വസ്തുക്കളെക്കാൾ മൂല്യം ഇത്തരം ക്രാഫ്റ്റുകൾക്ക് അവർ നൽകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയായിരിക്കും അവയൊന്നും പുറത്തു കൊണ്ടുവന്ന് നശിപ്പിക്കാൻ അവർ തയ്യാറാകാത്തതും. അപ്പോഴും നമുക്ക് ചിന്തിക്കാം, ഈ വസ്തുക്കളെല്ലാം നശിച്ചു പോവാത്ത വിധം ഒരു ഗാലറിയിൽ സൂക്ഷിച്ചാൽ നമുക്കെല്ലാവർക്കും ചെന്ന് കണ്ടുകൂടെ എന്ന്. അങ്ങനെ ചെയ്യാത്തതിനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ശവകുടീരം പരന്നു കിടക്കുന്ന പ്രദേശത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് 57 സ്ക്വയർ കിലോമീറ്റർ ആണ്. അവിടെ നിരനിരയായി നിൽക്കുന്ന, അതായത് ഒരു യുദ്ധപ്പട നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഈ വസ്തുക്കളെല്ലാം പെറുക്കിയെടുത്ത് നശിക്കാത്ത വിധം ഒരു ഗാലറിയിൽ സൂക്ഷിക്കണമെങ്കിൽ ആ ഗാലറിയുടെ വലുപ്പം എത്ര വേണ്ടി വരും എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ